നമസ്കാരം. ഉച്ചവാർത്ത ആരംഭിക്കുന്നു. ഉമ്മൻചാണ്ടിയും മുല്ലപ്പള്ളി രാമചന്ദ്രനും കെ.സി. വേണുഗോപാലും മത്സരിക്കുന്നതിൽ തീരുമാനം രാഹുൽ ഗാന്ധിക്ക് വിട്ടു. വി.എം. സുധീരൻ ഇത്തവണ മത്സരിക്കില്ല. കെ. സുധാകരനായിരിക്കും കണ്ണൂരിലെ യു.ഡി.എഫ് സ്ഥാനാർത്ഥി. കോൺഗ്രസ് സ്ക്രീനിംഗ് കമ്മിറ്റി യോഗം ഡൽഹിയിൽ പുരോഗമിക്കുകയാണ്. വിവരങ്ങളുമായി എം. ഉണ്ണികൃഷ്ണൻ ചേരുന്നു. ഉണ്ണി, എന്തൊക്കെയാണ് ഇതുവരെ യോഗത്തിലുണ്ടായിട്ടുള്ള ധാരണകൾ? രേണുക, കോൺഗ്രസിന്റെ കേരളത്തിലെ സ്ഥാനാർത്ഥികളെ തീരുമാനിക്കുന്നതിനായുള്ള സ്ക്രീനിംഗ് കമ്മിറ്റി അനൗപചാരികമായി നേതാക്കളുമായി ചർച്ചകൾ നടത്തുകയാണ്. ഇപ്പോൾ പ്രമുഖ കേരളവുമായി ബന്ധമുള്ള നേതാക്കൾ ഈ ചർച്ചകൾക്കായി എത്തിയിട്ടുണ്ട്. ഇപ്പോൾ ഉമ്മൻചാണ്ടിയുമായാണ് സ്ക്രീനിംഗ് കമ്മിറ്റി ചർച്ച നടത്തുന്നത്. അതിനു മുന്നോടിയായി പി.ജെ. കുര്യൻ, പി.സി. ചാക്കോ, വി.ഡി. സതീശൻ, കൊടിക്കുന്നിൽ സുരേഷ്, കെ. സുധാകരൻ എന്നിവരുമായി വിശദമായ ചർച്ചകൾ നടത്തി അവരുടെ അഭിപ്രായങ്ങൾ അറിഞ്ഞിട്ടുണ്ട്. ഈ നേതാക്കളുമായുള്ള ചർച്ചകൾ പൂർത്തിയായ ശേഷമാണ് സ്ക്രീനിംഗ് കമ്മിറ്റി യോഗം ചേരുക. മുല്ലപ്പള്ളി രാമചന്ദ്രൻ, മുകുൾ വാസ്നിക്, കെ.സി. വേണുഗോപാൽ എന്നിവരാണ് ഈ കമ്മിറ്റിയിൽ ഉള്ളത്. ഇവരുടെ നേതൃത്വത്തിൽ ചേരുന്ന യോഗത്തിലായിരിക്കും അന്തിമമായി ഈ സ്ഥാനാർത്ഥി പട്ടികയിൽ ഏതൊക്കെ പേരുകൾ വേണം എന്നത് സംബന്ധിച്ചുള്ള തീരുമാനത്തിലേക്ക് എത്തുക. ഏതായാലും ഇതിനകം ചില ധാരണകളാണ് ഉണ്ടായിട്ടുള്ളത്. അതിൽ ഏറ്റവും വലിയ പ്രതിസന്ധി കോൺഗ്രസ് നേരിടുന്നത് മുതിർന്ന നേതാക്കൾ മത്സരിക്കാൻ വിമുഖത അറിയിച്ചത് തന്നെയാണ്. ഉമ്മൻചാണ്ടി, ഒപ്പം തന്നെ മുല്ലപ്പള്ളി രാമചന്ദ്രൻ എന്നിവർ മത്സരിക്കാൻ താല്പര്യമില്ല എന്ന് അറിയിച്ചിട്ടുണ്ട്. കെ.സി. വേണുഗോപാലും ഇന്നലെ മത്സരിക്കില്ല എന്ന് വ്യക്തമാക്കിയിട്ടുണ്ട്. ഈ മൂന്ന് നേതാക്കളെയും അനുനയിപ്പിക്കാനുള്ള ചർച്ചകൾ നടന്നിട്ടുണ്ടെങ്കിലും അവരുടെ തീരുമാനം തന്നെയാണ് പ്രസക്തമായി മാറുക. അതുകൊണ്ട് അക്കാര്യത്തിൽ അന്തിമ തീരുമാനം രാഹുൽ ഗാന്ധിക്ക് വിട്ടിരിക്കുകയാണ്. ഈ മൂന്ന് നേതാക്കളും മത്സരിക്കണമോ എന്നത് സംബന്ധിച്ച് രാഹുൽ ഗാന്ധി ആയിരിക്കും തീരുമാനമെടുക്കുക. ഉമ്മൻചാണ്ടി മത്സരിക്കുകയാണെങ്കിൽ അത് അനുകൂലമാകുമെന്ന നിലപാട് നേതാക്കൾക്കിടയിൽ ഉയർന്നിട്ടുണ്ട്. കാരണം പത്തനംതിട്ടയിൽ ഉമ്മൻചാണ്ടിയെ മത്സരിപ്പിച്ചാൽ ഇടുക്കി മണ്ഡലത്തിലും ഒപ്പം കോട്ടയത്തും അതിന്റെ പ്രതിഫലനം ഉണ്ടാകുമെന്ന വിലയിരുത്തലും ഉണ്ടായിട്ടുണ്ട്. ഇത്തരത്തിൽ ഓരോ മണ്ഡലത്തിലെയും സ്ഥാനാർത്ഥികളെ സംബന്ധിച്ചുള്ള വിശദമായ ചർച്ചയ്ക്ക് ശേഷമായിരിക്കും ഈ സ്ഥാനാർത്ഥി പട്ടികയ്ക്ക് രൂപം നൽകുക. എം. ഉണ്ണികൃഷ്ണനാണ് വിവരങ്ങൾ നൽകിയത്. ഉമ്മൻചാണ്ടി ഉൾപ്പെടെയുള്ള മുതിർന്ന നേതാക്കൾക്ക് മേൽ മത്സരിക്കാനുള്ള സമ്മർദ്ദം തുടരുമ്പോഴും അഭിപ്രായങ്ങൾ തുറന്നു പറയുകയാണ് കോൺഗ്രസ് നേതാക്കൾ. ഉമ്മൻചാണ്ടിയെ മത്സരിപ്പിക്കാൻ മാത്രമുള്ള അടിയന്തര സാഹചര്യമുണ്ടോ എന്ന് പരിശോധിക്കണമെന്ന് കെ. സുധാകരൻ പറഞ്ഞപ്പോൾ ഇവർ മത്സരിക്കുന്നില്ലെന്ന് നേരത്തെ പറഞ്ഞിട്ടുണ്ടെന്നായിരുന്നു കൊടിക്കുന്നിലിന്റെ പ്രതികരണം. ഉമ്മൻചാണ്ടി ഉൾപ്പെടെയുള്ള നേതാക്കൾ മത്സരിക്കട്ടെ എന്ന് പി.ജെ. കുര്യനും പറഞ്ഞു. മത്സരിക്കാനില്ലെന്ന് നേതൃത്വത്തെ വ്യക്തമായി അറിയിച്ചിട്ടുണ്ടെന്നായിരുന്നു മുല്ലപ്പള്ളി രാമചന്ദ്രന്റെ പ്രതികരണം. കെ. സുധാകരൻ മത്സരിക്കുന്നില്ല എന്നത് ഹൈക്കമാൻഡിനെ അറിയിച്ചു എന്ന് രാവിലെ മുതൽ വാർത്ത പോകുന്നുണ്ട്. ആ വാർത്ത ശരിയല്ല. ആ വാർത്ത നിങ്ങൾ തിരുത്തണം. മത്സരിക്കാൻ ബാധ്യസ്ഥനാണ്. മത്സരിക്കുമെന്നല്ല, മത്സരിക്കാൻ പാർട്ടിയിൽ നിൽക്കുന്ന കാലം വരെ ഞാൻ ബാധ്യസ്ഥനാണ്. അപ്പോൾ അത് ഹൈക്കമാൻഡ് പറയുന്നത് മത്സരിക്കണമെന്ന് പറഞ്ഞാൽ ഞാൻ മത്സരിക്കും. പിന്നെ ഉമ്മൻചാണ്ടി കേരളത്തിൽ നിയമസഭാ അംഗമാണ്. അവസാനത്തെ ഒരായുധം, അവസാനത്തെ ഒരു പീരങ്കി വെക്കണമെങ്കിൽ മാത്രമേ ഉമ്മൻചാണ്ടിയോട് പറയുന്നതിലും യുക്തിയും ന്യായമുള്ളൂ. മുതിർന്ന നേതാക്കന്മാർ മത്സരിക്കണമോ അതല്ലെങ്കിൽ മാറി നിൽക്കണമോ, ഇതെല്ലാം തീരുമാനിക്കേണ്ടത് പാർട്ടിയാണ്. ഓരോരുത്തരും അവരുടേതായ അഭിപ്രായങ്ങൾ വ്യക്തമാക്കി എന്നുള്ളതാണ്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ പോലെ സ്ഥാനാർത്ഥി ദാരിദ്ര്യം ഞങ്ങൾക്കില്ല. അതുകൊണ്ട് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്ക് അക്കാര്യത്തിൽ ഭയമില്ല. മുതിർന്ന നേതാക്കൾ മാറി നിന്നാൽ അവരെക്കാൾ ജനപിന്തുണയുള്ള അല്ലെങ്കിൽ അവരെക്കാൾ സ്വീകാര്യതയുള്ള രണ്ടാം നിര നേതാക്കൾ ഞങ്ങളുടെ യു.ഡി.എഫിനും കോൺഗ്രസിനും ഉണ്ട്. എൻ്റെ പിക്ചറിലേ ഇല്ല ചോദ്യം. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ള കാര്യമാണല്ലോ. മുതിർന്ന നേതാക്കൾ മത്സരിക്കാൻ കഴിയുമെങ്കിൽ മത്സരിക്കണമെന്നാണ് എൻ്റെ അഭിപ്രായം. സിറ്റിംഗ് എം.എൽ.എ. ആണേലും അല്ലെങ്കിലും വിജയസാധ്യതയാണ് അതിനകത്തെ പ്രശ്നം. കോട്ടയത്ത് പി.ജെ. ജോസഫ് സ്ഥാനാർത്ഥിയാകുന്നതിനെ പ്രതിരോധിക്കാനുള്ള നീക്കങ്ങൾ സജീവമാക്കി കേരള കോൺഗ്രസ് മാണി വിഭാഗം. കോട്ടയത്ത് പി.ജെ. ജോസഫിനെ സ്ഥാനാർത്ഥിയാക്കുന്നതിനെതിരെ ജില്ലാ കമ്മിറ്റി രംഗത്തെത്തി. കെ. എം. മാണിയുടെ ഒപ്പം നിന്നവർ തന്നെ സ്ഥാനാർത്ഥിയാകണമെന്ന് ജില്ലാ പ്രസിഡന്റ് സണ്ണി തെക്കേടത്ത് ആവശ്യപ്പെട്ടു. ഇപ്പോൾ പാർട്ടിക്കകത്ത് ഒരുപാട് സമ്മർദ്ദങ്ങൾ, പാർട്ടി ചെയർമാൻ്റെ അടുത്തൊക്കെ ഒരുപാട് സമ്മർദ്ദങ്ങൾ വരുന്നുണ്ട്. സമ്മർദ്ദങ്ങളെന്ന് പറഞ്ഞാൽ അത് പിന്നെ മാണി വിഭാഗത്തിന് നിലവിൽ നേരത്തെ ഉണ്ടായിരുന്ന സീറ്റാണ്, അതുപോലെ തന്നെ തുടരണം എന്നുള്ള ഒരു സമ്മർദ്ദം നന്നായിട്ടിപ്പം പാർട്ടി ഭാരവാഹികളുടെ ഭാഗത്തു നിന്നെല്ലാം വന്നുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ ഉള്ളത്. അതിൽ മാണി ഗ്രൂപ്പിന് അവകാശപ്പെട്ടതാണ് ഈ സീറ്റ്, അത് തുടരണം എന്നുള്ള സമ്മർദ്ദമാണ് പാർട്ടി ചെയർമാനിലേക്ക് പാർട്ടി പ്രവർത്തകർ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ഇനി വരരുതെന്നുള്ളതല്ല, നേരത്തെയുള്ള തുടർന്ന് പോരുന്ന പോലെ പോകണം. കെ. മാണി നേതാക്കളുമായി പ്രത്യേക കൂടിയാലോചനകൾ നടത്തുകയാണ്. വിവരങ്ങളുമായി ജി. ശ്രീജിത്ത് ചേരുന്നു. ശ്രീജിത്ത്, എന്താണ് ഇപ്പോഴത്തെ സാഹചര്യം? ഒരു പ്രശ്നപരിഹാരത്തിലേക്ക് കാര്യങ്ങൾ എത്തുമോ?
പ്രശ്നപരിഹാരത്തിലേക്ക് എത്തുമോ എന്നുള്ളത് കാത്തിരുന്ന് തന്നെ കാണേണ്ടതാണ്. എന്തായാലും മാണി ഗ്രൂപ്പിന് PJ ജോസഫിന്റെ സ്ഥാനാർത്ഥിത്വത്തിൽ കടുത്ത അതൃപ്തി ഉണ്ട് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അങ്ങനെ മുന്നോട്ട് പോകുന്നതിനെ എതിർക്കാനുള്ള, അതിനെ പ്രതിരോധിക്കാനുള്ള എല്ലാ നീക്കങ്ങളും മാണി ഗ്രൂപ്പിന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നു. ജില്ലാ അധ്യക്ഷന്റെ തന്നെ പ്രതികരണം അതാണ് വ്യക്തമാക്കുന്നത്. ജോസ് കെ മാണി ഉൾപ്പെടെയുള്ളവർക്കും ഇതേ താല്പര്യം തന്നെയാണ് ഉള്ളതെന്നും നമുക്ക് വ്യക്തമായ തന്നെ സൂചനകൾ ലഭിക്കുന്നുണ്ട്. എന്തായാലും കെ മാണി കൂടിയാലോചന തുടരുകയാണ്. ഇന്ന് തന്നെ ഒരു തീരുമാനം ഉണ്ടാകും എന്നും നമുക്ക് വിവരം ലഭിക്കുന്നുണ്ട്. UDF നേതൃത്വത്തിന്റെ ഭാഗത്തു നിന്ന് അടക്കമുണ്ടായ ചില പ്രതിരോധങ്ങളാണ് മാണിയെ സംബന്ധിച്ച് ഒരു പ്രതിസന്ധിയിലാക്കിയിരിക്കുന്നത്. ജോസഫിലേക്ക് തന്നെ കാര്യങ്ങൾ എത്തണം എന്ന തരത്തിലുള്ള ഒരു ചിന്തയിലേക്ക് മാണി എത്തുന്നതും മാത്രമല്ല, കോട്ടയത്ത് മികച്ച സ്ഥാനാർത്ഥികളെ ഇടതുമുന്നണിയും NDAയും മുന്നോട്ട് വെക്കുന്ന സാഹചര്യത്തിൽ കൂടി ശക്തനായ ഒരു സ്ഥാനാർത്ഥി ഉണ്ടാകുന്ന ഗുണമാകുമെന്നതും ജോസഫിന് തുണയായി വരുന്നുണ്ട്. എന്തായാലും വളരെ സജീവമായ നീക്കങ്ങൾ, ജോസഫിനെ പ്രതിരോധിക്കാനുള്ള നീക്കങ്ങൾ മാണി ഗ്രൂപ്പിൽ സജീവമാണ്. ഇതിൻ്റെ ഒരു അവസാന ഘട്ടത്തിൽ ജോസഫിനെ മാണി തള്ളുമോ അതോ ജോസഫിനെ തന്നെ പ്രഖ്യാപിക്കുമോ എന്നുള്ളത് കാത്തിരുന്ന് തന്നെ കാണേണ്ടതാണ്. രേണുക. ജി ശ്രീജിത്താണ് വിവരങ്ങൾ നൽകിയത്. പതിവ് തെറ്റിക്കാതെ പാണക്കാടിനടുത്ത് നിന്ന് പ്രചാരണത്തിന് തുടക്കമിട്ട് ലീഗ് സ്ഥാനാർത്ഥികൾ. മലപ്പുറത്തും പൊന്നാനിയിലും ആശങ്കകളൊന്നുമില്ലെന്നും പൊന്നാനിയിൽ 2009 ലഭിച്ചതിനേക്കാൾ ഭൂരിപക്ഷം ഉറപ്പാണെന്നും ET മുഹമ്മദ് ബഷീർ പറഞ്ഞു. LDF സ്ഥാനാർത്ഥികളും പ്രചാരണത്തിൽ സജീവമായി. പൊന്നാനിയിലെ സ്ഥാനാർത്ഥി ET മുഹമ്മദ് ബഷീറാണ് പാണക്കാട് ആദ്യമെത്തിയത്. പിന്നാലെ PK കുഞ്ഞാലിക്കുട്ടിയും. ഇരുവരെയും ഒപ്പമിരുത്തി ലീഗ് സംസ്ഥാന അധ്യക്ഷൻ പാണക്കാട് ഹൈദരലി ശിഹാബ് തങ്ങൾ പ്രാർത്ഥന ചൊല്ലി. തുടർന്ന് ET മുഹമ്മദ് ബഷീർ പാണക്കാട് മുഹമ്മദ് അലി ശിഹാബ് തങ്ങളുടെ ഖബറിടത്തിലേക്ക്. പൊന്നാനിയിൽ ആശങ്കകളൊന്നുമില്ലെന്നും 2009 നേടിയതിനേക്കാൾ ഭൂരിപക്ഷം ഉറപ്പാണെന്നും ET മുഹമ്മദ് ബഷീർ. പ്രചരണത്തിൽ ഓരോ ഘട്ടങ്ങൾ, ഇപ്പോൾ ഇനി പ്രചരണത്തിൽ പ്രധാന പ്രശ്നം എന്ന് പറഞ്ഞാൽ സ്ഥാനാർത്ഥി ആളുകളെ കാണുക, അതിൻ്റെ പ്രചരണങ്ങൾ അതൊക്കെ പ്ലാൻ ചെയ്യുന്നുണ്ട്. ഇന്ന് തന്നെ ഞാൻ തിരൂരിൽ ജനസമ്പർക്ക ഒരു ഇതുപോലെയുണ്ട്, റോഡ് ഷോ വരെയുണ്ട്, അതൊക്കെ പ്ലാൻ ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇന്ന് തന്നെ നമ്മളെ കമ്മിറ്റി ഉണ്ട്. സീറ്റ് തർക്കവും മണ്ഡലമാറ്റവുമെല്ലാം അടഞ്ഞ അധ്യായങ്ങളാണെന്നും 2 സീറ്റിലും ഭൂരിപക്ഷം വർദ്ധിക്കുമെന്നും PK കുഞ്ഞാലിക്കുട്ടി പറഞ്ഞു. കോൺഗ്രസിന്റെ കാൻഡിഡേറ്റ് വരാൻ 3-4 ദിവസം എടുത്തു എന്ന് വിചാരിച്ച് ഒന്നും സംഭവിക്കാനില്ല. വന്നു കഴിയുമ്പോൾ അതിൻ്റെതായ എന്തൂസിയാസത്തോടു കൂടി ഞങ്ങൾ ഇറങ്ങും. പൊന്നാനിയിലെ LDF സ്ഥാനാർത്ഥി PV അൻവർ ആദ്യകാല കമ്മ്യൂണിസ്റ്റ് നേതാക്കളായ ഇമ്പിച്ചി ബാബിയുടെയും കൊളാടി ഗോവിന്ദമേനോന്റെയും വീടുകൾ സന്ദർശിച്ചു. വേങ്ങര മണ്ഡലത്തിലാണ് മലപ്പുറത്തെ LDF സ്ഥാനാർത്ഥി VP സാനുവിന്റെ ഇന്നത്തെ പ്രചാരണം. 30 ദിവസം 40 ദിവസം കുറച്ചുകൂടി 10 ദിവസം കൂടി കിട്ടിയാൽ അത്രയും കൂടുതൽ ആളുകളെ കാണാനും അത്രയും കൂടുതൽ സ്ഥലങ്ങളിലേക്ക് എത്താനും കഴിയും എന്നുള്ളതാണ് പ്രതീക്ഷ. ന്യൂസ് 18 മലപ്പുറം. സ്ഥാനാർത്ഥി പട്ടികയ്ക്ക് അന്തിമ രൂപം നൽകാൻ BJP സംസ്ഥാന കോർ കമ്മിറ്റി യോഗം ഉച്ചയ്ക്ക് ശേഷം കോട്ടയത്ത് ചേരും. ദേശീയ സെക്രട്ടറിയുടെ സാന്നിധ്യത്തിൽ ചേരുന്ന യോഗം BDJSന് നൽകേണ്ട 5ാം സീറ്റ് കാര്യത്തിലും ധാരണയിലെത്തും. TG സജിത്ത് ചേരുന്നു. സജിത്ത്, ഇന്ന് തന്നെ ഒരു അന്തിമ ധാരണ, അതിലേക്കാണോ കാര്യങ്ങൾ? തീർച്ചയായും ഇന്ന് തന്നെ ഒരു അന്തിമ പട്ടികയ്ക്ക് രൂപം നൽകേണ്ടതുണ്ട് BJPക്ക്. കാരണം അടുത്ത ദിവസം ചേരുന്ന BJPയുടെ പാർലമെന്ററി ബോഡി യോഗം സ്ഥാനാർത്ഥികൾ സംബന്ധിച്ച അന്തിമ തീരുമാനം ഡൽഹിയിൽ കൈക്കൊള്ളേണ്ടതുണ്ട്. അതുകൊണ്ട് സംസ്ഥാനത്തു നിന്നുള്ള പട്ടിക കൈമാറേണ്ടത് അത്യാവശ്യമാണ്. പക്ഷേ രേണുക സൂചിപ്പിച്ച പോലെ ഇതിൻ്റെ ഒരു ആശയക്കുഴപ്പമുള്ളത് BDJSന് നൽകുന്ന സീറ്റുമായി ബന്ധപ്പെട്ട് ചില ആശയക്കുഴപ്പം ഇപ്പോഴും തുടരുന്നുണ്ട്. അത് തുഷാർ വെള്ളാപ്പള്ളി മത്സരിക്കുമോ എന്നത് സംബന്ധിച്ചാണ്. കാരണം തുഷാർ മത്സരിക്കുകയാണെങ്കിൽ തൃശൂർ സീറ്റ് നൽകാമെന്ന് BJP നേരത്തെ തന്നെ സമ്മതിച്ചിരുന്നതാണ്. നേരത്തെ മത്സരിക്കാൻ ഈ മത്സരരംഗത്തില്ല എന്നറിയിച്ചിരുന്ന തുഷാർ ഇപ്പോൾ നിലപാട് മാറ്റി മത്സരരംഗത്ത് ഉണ്ട് എന്ന നിലപാടിലേക്ക് വന്നു. പക്ഷേ അദ്ദേഹത്തിന്റെ പരസ്യ പ്രതികരണങ്ങളൊന്നും ഇതുവരെയും വന്നിട്ടില്ല. ഇക്കാര്യത്തിൽ നേരിയ ആശയക്കുഴപ്പമുണ്ട്. എന്തായാലും തൃശൂർ ഒഴികെ ബാക്കി സീറ്റുകളിലെല്ലാം സ്ഥാനാർത്ഥി സംബന്ധിച്ച ഒരു പട്ടിക കൈമാറാനാണ് BJP ലക്ഷ്യമിടുന്നത്. തിരുവനന്തപുരത്ത് കുമ്മനം രാജശേഖരനായിരിക്കുമെന്ന കാര്യത്തിൽ വ്യക്തതയുണ്ടായിട്ടുണ്ട്. പാലക്കാട് K സുരേന്ദ്രന്റെ പേര് പരിഗണനയിലുണ്ട്. ഇതടക്കം BJP വിജയസാധ്യത ഉണ്ട് എന്ന് വിലയിരുത്തിയ 5 പ്രധാന മണ്ഡലങ്ങളിൽ പരമാവധി മികച്ച സ്ഥാനാർത്ഥികളെ അണിനിരത്തുകയാണ് ലക്ഷ്യം. പൊതുസമ്മതം എന്ന സാധ്യതയുമുണ്ട്. കേന്ദ്ര നേതൃത്വം ഇത് സംബന്ധിച്ച ചില നിർദ്ദേശങ്ങൾ സംസ്ഥാന നേതൃത്വത്തിന് കൈമാറിയിട്ടുണ്ട്. RSSന്റെ താല്പര്യവുമുണ്ട്. ഇത് രണ്ടും കൂടി അറിഞ്ഞുകൊണ്ടുള്ള ഒരു സ്ഥാനാർത്ഥി നിർണയത്തിലേക്കാണ്, ഒരു പട്ടിക തയ്യാറാക്കാനാണ് BJP നേതൃത്വം ശ്രമിക്കുന്നത്. ശരി, TG സജിത്താണ് വിവരങ്ങൾ നൽകുന്നത്. BJPയുടെ സ്ഥാനാർത്ഥി പട്ടികയ്ക്ക് ഇന്ന് അന്തിമ രൂപമാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. UDFന്റെയും BJPയുടെയും സ്ഥാനാർത്ഥി നിർണയം തീരുമാനമാകാതെ തുടരുമ്പോൾ കൺവെൻഷനും റോഡ് ഷോയും നടത്തി കളം പിടിക്കാനുള്ള ശ്രമത്തിലാണ് ഇടതുമുന്നണി. എതിരാളികളെ തീരുമാനിക്കും മുൻപ് തന്നെ ആദ്യഘട്ട പ്രചാരണം പൂർത്തിയാക്കാനുള്ള ശ്രമത്തിലാണ് ഇടത് സ്ഥാനാർത്ഥികൾ. ഇത്തവണ നേരത്തെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം നടത്തുമെന്ന കോൺഗ്രസിന്റെ കണക്കുകൂട്ടലുകൾ തെറ്റി. സ്ഥാനാർത്ഥികൾ സംബന്ധിച്ച ധാരണയുണ്ടാവാത്തത് BJP ക്യാമ്പിലും ആശയക്കുഴപ്പം സൃഷ്ടിക്കുന്നു. അതുകൊണ്ട് തന്നെ പ്രചരണത്തിൽ ഒരുപടി മുന്നിലാണ് LDF. പ്രവർത്തനത്തിൽ എത്രത്തോളം ഫലവത്തായി ഇടപെടാനാവുന്നു എന്നുള്ളതാണ്. അല്ലാതെ
വേറെ അവിടെ ഇവിടെ പോയിട്ട് ഇങ്ങനെ സാന്നിധ്യം അറിയിക്കൽ എന്നുള്ളതല്ല. അല്ലാതെ അത് നമുക്ക് നന്നായി MLA എന്ന നിലയിൽ ചെയ്യാനായിട്ടുണ്ടെന്നാണ് എൻ്റെ വിശ്വാസം. VS അച്യുതാനന്ദനും പിണറായി വിജയനും കോടിയേരി ബാലകൃഷ്ണനും കാനം രാജേന്ദ്രനും അടക്കമുള്ള മുൻനിര നേതാക്കളാണ് മിക്കയിടത്തും കൺവെൻഷനുകൾ ഉദ്ഘാടനം ചെയ്യുന്നത്. എന്നാൽ സ്ഥാനാർത്ഥി നിർണയം വൈകുന്നത് കോൺഗ്രസിന്റെ പതിവ് രീതിയാണെന്നും ഇത് പ്രചാരണത്തെ ബാധിക്കില്ലെന്നുമാണ് UDF കേന്ദ്രങ്ങളുടെ മറുപടി. പ്രഖ്യാപിച്ചവരാണ് ഇപ്പോൾ വളരെയധികം സമയം കിടക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് കോൺഗ്രസിൻ്റെ കാൻഡിഡേറ്റ് വരാൻ 3-4 ദിവസം എടുത്തു എന്ന് വിചാരിച്ച് ഒന്നും സംഭവിക്കാനില്ല. വന്നു കഴിയുമ്പോൾ അതിൻ്റേതായ എന്തൂസിയാസത്തോടു കൂടി ഞങ്ങൾ ഇറങ്ങും. പ്രചരണ രംഗത്ത് ഇടതുമുന്നണിക്ക് ആദ്യമുണ്ടായ നേട്ടം ഇനി അതെങ്ങനെ നിലനിർത്താനാകുമെന്നതാണ് ചോദ്യം. ന്യൂസ് 18 തിരുവനന്തപുരം. MV ജയരാജനെ CPM കണ്ണൂർ ജില്ലാ സെക്രട്ടറിയായി തെരഞ്ഞെടുത്തു. P ജയരാജൻ വടകരയിലെ LDF സ്ഥാനാർത്ഥിയായ സാഹചര്യത്തിലാണ് മാറ്റം. ജില്ലാ കമ്മിറ്റിയിലേക്ക് വീണ്ടും എത്തിയ P ശശിയും ജില്ലാ കമ്മിറ്റി യോഗത്തിൽ പങ്കെടുത്തു. മുഖ്യമന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് MV ജയരാജൻ വീണ്ടും കണ്ണൂർ രാഷ്ട്രീയത്തിലേക്ക്. വടകര സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ച P ജയരാജനെ മാറ്റിയാണ് MV ജയരാജനെ ഇന്ന് ചേർന്ന കണ്ണൂർ ജില്ലാ കമ്മിറ്റി സെക്രട്ടറിയായി തെരഞ്ഞെടുത്തത്. ജില്ലാ സെക്രട്ടറിയുടെ പകരം ചുമതല നൽകുക എന്ന കീഴ്വഴക്കം മറികടന്നാണ് തിരഞ്ഞെടുപ്പ്. P ജയരാജൻ ഷുക്കൂർ വധക്കേസിൽ റിമാൻഡിലായപ്പോഴും കതിരൂർ മനോജ് വധക്കേസിൽ നിയമ നടപടി നേരിട്ടപ്പോഴും MV ജയരാജന് പകരം ചുമതല നൽകുക മാത്രമാണ് ചെയ്തിരുന്നത്. എന്നാൽ ഇത്തവണ പൂർണ്ണമായും മാറ്റി. 2011 മുതലുള്ള 8 വർഷം സെക്രട്ടറിയായി ചുമതല വഹിച്ചാണ് P ജയരാജൻ സ്ഥാനം ഒഴിയുന്നത്. MV ജയരാജനെ CPMന്റെ കണ്ണൂർ ജില്ലാ സെക്രട്ടറിയായി ഐകകണ്ഠ്യേന തെരഞ്ഞെടുത്ത കാര്യം അറിയിക്കുകയാണ്. മുഖ്യമന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറി സ്ഥാനം രാജിവെച്ചതായും പുതിയ നിയമനം ഉടൻ ഉണ്ടാകുമെന്നും MV ജയരാജൻ പ്രതികരിച്ചു. ജില്ലാ സെക്രട്ടറിയുടെ ഉത്തരവാദിത്തം നിർവഹിക്കുകയും ചെയ്യുക എന്നതാണ് എൻ്റെ മുമ്പിലുള്ള ഉത്തരവാദിത്തം. പാർട്ടി ഏൽപ്പിക്കുന്ന എല്ലാ ചുമതലയും സത്യസന്ധമായി ജനങ്ങൾക്ക് വേണ്ടിയും പാർട്ടിക്ക് വേണ്ടിയും നിറവേറ്റുക എന്നതാണ് ഞാൻ ഇതുവരെ സ്വീകരിച്ചു വന്നിട്ടുള്ള സമീപനം. നേരത്തെ ലൈംഗിക ആരോപണത്തിൽ P ശശിക്കെതിരെ അച്ചടക്ക നടപടി ഉണ്ടായപ്പോഴാണ് P ജയരാജൻ ജില്ലാ സെക്രട്ടറിയായത്. ജയരാജനെ സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് മാറ്റിയ യോഗത്തിൽ തന്നെ ശശി ജില്ലാ കമ്മിറ്റിയിലേക്ക് മടങ്ങിയെത്തി. P ജയരാജന്റെ പ്രചരണ ചുമതലകൾ P ശശിയെ ഏൽപ്പിക്കും. ശശി വൈകാതെ മുഖ്യമന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറിയാകുമെന്നാണ് സൂചന. മനു ഭരത്, ന്യൂസ് 18 കണ്ണൂർ. ഇടതുമുന്നണിയിൽ നിന്ന് സീറ്റ് ലഭിക്കാത്തതിലെ അതൃപ്തി തുടരുന്നതിനിടെ LJD സംസ്ഥാന കമ്മിറ്റി ഇന്ന് നേതൃത്വത്തിനെതിരെ ഒരു വിഭാഗം രൂക്ഷ വിമർശനമുയർത്തുമെന്നാണ് സൂചന. പരസ്യ പ്രതികരണം നടത്തിയ കോഴിക്കോട് ജില്ലാ പ്രസിഡന്റ് മനയത്ത് ചന്ദ്രനെതിരായ അച്ചടക്ക ലംഘനമുയർത്തി പ്രതിരോധിക്കാനാണ് മറുവിഭാഗത്തിന്റെ നീക്കം. മനയത്തിനെതിരെ പരാതി ലഭിച്ചിട്ടുണ്ടെന്നും ഇക്കാര്യം യോഗം ചർച്ച ചെയ്യുമെന്നും ഷെയ്ഖ് പി ഹാരിസ് വ്യക്തമാക്കി. ലോക്സഭാ സീറ്റ് ലഭിക്കാത്തതിൽ പാർട്ടി നേതൃത്വത്തിനെതിരെ കോഴിക്കോട് ജില്ലാ പ്രസിഡന്റ് പരസ്യവിമർശനം ഉന്നയിച്ച സാഹചര്യത്തിലാണ് ഇന്നത്തെ LJD സംസ്ഥാന കമ്മിറ്റി. സീറ്റ് ലഭിക്കാതെ പോയത് സംസ്ഥാന നേതൃത്വത്തിന്റെ കഴിവുകേടാണെന്നായിരുന്നു ജില്ലാ പ്രസിഡന്റ് മനയത്ത് ചന്ദ്രന്റെ വിമർശനം. അച്ചടക്ക ലംഘനമുയർത്തി മനയത്ത് ചന്ദ്രനെ പ്രതിരോധത്തിലാക്കാനുള്ള നീക്കമാകും സംസ്ഥാന പ്രസിഡന്റ് ശ്രേയാംസ് കുമാർ നടത്തുക. മനയത്തിന്റെ ആരോപണം പാർട്ടി ജനറൽ സെക്രട്ടറി ഷെയ്ഖ് പി ഹാരിസ് തള്ളി. തെരഞ്ഞെടുപ്പ് രംഗത്ത് LDFന്റെ വിജയത്തിനു വേണ്ടി സജീവമായി പ്രവർത്തിക്കാൻ വേണ്ടിയായിരുന്നു. എന്നാൽ തുടർന്ന് നടത്തിയ പത്രസമ്മേളനത്തിൽ ജില്ലാ കമ്മിറ്റിയുടെ അധ്യക്ഷൻ ചില പരാമർശങ്ങൾ നടത്തി. അതിന് മനസ്സിലാക്കിയിടത്തോളം അത് വ്യക്തിപരമായ പരാമർശങ്ങളായിരുന്നു. സീറ്റ് ചോദിച്ചു വാങ്ങുന്നതിൽ സംസ്ഥാന നേതൃത്വത്തിന് പരാജയം സംഭവിച്ചിട്ടില്ലെന്നും നിയമസഭാ സീറ്റുകളുടെ കാര്യത്തിൽ CPM ചില ഉറപ്പുകൾ നൽകിയിട്ടുണ്ടെന്നും ഷെയ്ഖ് പി ഹാരിസ് വ്യക്തമാക്കി. അടുത്ത ലോക്സഭാ തെരഞ്ഞെടുപ്പിലും വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പാർട്ടി മുമ്പ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിൽ ഉണ്ടായിരുന്ന സന്ദർഭത്തിൽ മത്സരിച്ചുകൊണ്ടിരുന്ന പരമ്പരാഗതമായ ചില സീറ്റുകളുണ്ട് മലബാർ മേഖലയിൽ. ആ സീറ്റുകളൊക്കെ നമുക്ക് തിരിച്ചു തരുന്നതിന് വേണ്ടിയുള്ള ഒരു മുൻകൈ CPM എടുക്കുമെന്ന് പറഞ്ഞു. പാർട്ടിക്ക് വലിയ സ്വാധീനമുള്ള വടകരയിൽ LJD വോട്ടുകൾ മുഴുവൻ P ജയരാജന് ലഭിക്കണമെങ്കിൽ ജില്ലാ പ്രസിഡന്റ് മനയത്ത് ചന്ദ്രനെ അനുനയിപ്പിക്കേണ്ടതുണ്ട്. ഇതിനുള്ള ചില നീക്കങ്ങൾ CPMന്റെ ഭാഗത്തുനിന്ന് നടക്കുന്നുണ്ടെന്നാണ് സൂചന. മുഹമ്മദ് ഷഹീദ്, ന്യൂസ് 18 കോഴിക്കോട്. തെരഞ്ഞെടുപ്പിൽ ശബരിമല വിഷയം പ്രചരണായുധമാക്കരുതെന്ന് സംസ്ഥാനത്തെ മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ ടിക്കാറാം മീണ. ദൈവത്തിന്റെയും മതത്തിന്റെയും പേരിൽ വോട്ട് പിടിക്കുന്നത് ചട്ടലംഘനമാണ്. നാളെ രാഷ്ട്രീയ പാർട്ടികളുമായി നടത്തുന്ന ചർച്ചയിൽ ഇക്കാര്യം ചർച്ച ചെയ്യുമെന്നും അദ്ദേഹം പറഞ്ഞു. ശബരിമല വിഷയം ശബരിമലയിൽ അയ്യപ്പന്റെ പേരിലുള്ള വിഷയമാണ്. അയ്യപ്പനെ ബന്ധപ്പെട്ട കോടതി വിധിയാണ്. അത് രാഷ്ട്രീയ പാർട്ടി പറയാൻ പാടില്ല. അതിന് സർക്കാർ എടുത്ത സ്റ്റാൻഡ് ശരിയാണോ തെറ്റാണോ എന്ന് ഒരു പൊളിറ്റിക്കൽ പാർട്ടിക്ക് ഇലക്ഷൻ ഭാഗം പറയാൻ പറ്റും. ദൈവത്തിന്റെ പേരും സാർ പറഞ്ഞു. ദൈവത്തിന്റെ പേരിൽ ടു ഇൻസൈഡ് ദ ഫീലിംഗ്സ്, I think that is a violation of the model code of conduct. And also there is a verdict of the Supreme Court. Can you campaign against that verdict? It's the law of the land. As long as it is not,
set aside? സുപ്രീം കോടതിയിൽ പറഞ്ഞ കാര്യങ്ങൾ അത് അതേ രീതിയിൽ പറയേണ്ടതാണ്. അതിൽ വേറെ വ്യാഖ്യാനങ്ങൾ ഒന്നും വേണ്ടല്ലോ. But if somebody is trying to misinterpret it or trying to, appease the particular sections of the society and soliciting the vote in the name of religion, ഈ മതത്തിൻ്റെ പേരിലെ വോട്ട് ചോദിക്കുന്നത് അത് അപരാധമാണ്. ദാറ്റ് ഈസ് എ വയലേഷൻ. പുൽവാമ ഭീകരാക്രമണത്തിന്റെ സൂത്രധാരിൽ ഒരാളായ മുദാസിർ അഹമ്മദ് ഖാൻ കൊല്ലപ്പെട്ടതായി റിപ്പോർട്ട്. ജമ്മുകാശ്മീരിലെ ത്രാലിൽ സൈന്യവുമായി നടന്ന ഏറ്റുമുട്ടലിൽ 3 ഭീകരർ കൊല്ലപ്പെട്ടതായാണ് വിവരം. ദക്ഷിണ കശ്മീരിലെ ത്രാലിൽ സൈന്യവുമായി നടന്ന ഏറ്റുമുട്ടലിലാണ് മുദാസിർ അഹമ്മദ് ഖാൻ കൊല്ലപ്പെട്ടത്. ഭീകരാക്രമണം നടന്ന പുൽവാമ ജില്ലയിലെ ത്രാലിൽ ഭീകരർ ഒളിച്ചിരിപ്പുണ്ടെന്ന രഹസ്യവിവരത്തെ തുടർന്ന് സൈന്യം തിരച്ചിൽ നടത്തുകയായിരുന്നു. സൈന്യത്തിനു നേരെ ഭീകരർ വെടിയുതിർത്തു. പ്രത്യാക്രമണത്തിൽ 3 ഭീകരരെ സൈന്യം വധിച്ചു. ഭീകര സംഘടനകളിലേക്ക് പ്രദേശവാസികളെ റിക്രൂട്ട് ചെയ്യുന്നതിന്റെ ചുമതലക്കാരനായിരുന്നു കൊല്ലപ്പെട്ട ജെയ്ഷെ മുഹമ്മദ് കമാൻഡർ മുദാസിർ. പുൽവാമയിലെ ചാവേർ ആക്രമണത്തിന് ആവശ്യമായ വാഹനവും സ്ഫോടക വസ്തുക്കളും എത്തിച്ചത് ഇയാളാണെന്നും അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് തെളിവ് ലഭിച്ചിരുന്നു. പുൽവാമയിൽ സ്ഫോടനം നടത്തിയ ചാവേർ ആദിൽ അഹമ്മദ് മുസാദിർ ഖാനുമായി സ്ഥിരമായി ബന്ധപ്പെട്ടിരുന്നുവെന്നും ഉദ്യോഗസ്ഥർ പറഞ്ഞു. പുൽവാമ ഭീകരാക്രമണത്തിന് പുറമെ 2018 ഫെബ്രുവരിയിൽ സുർജാവാനിലെ സൈനിക ക്യാമ്പ് ആക്രമിച്ച 6 സൈനികരെ കൊലപ്പെടുത്തിയ സംഭവത്തിലും മുദാസിർ ഖാന് പങ്കുണ്ടെന്നാണ് വിലയിരുത്തൽ. ഏറ്റുമുട്ടലിൽ കൊല്ലപ്പെട്ട മറ്റു 2 പേരെ തിരിച്ചറിഞ്ഞിട്ടില്ല. ന്യൂസ് 18 ഡൽഹി. പത്മ പുരസ്കാരങ്ങൾ വിതരണം ചെയ്തു. രാഷ്ട്രപതി രാംനാഥ് കോവിന്ദിൽ നിന്ന് നടൻ മോഹൻലാൽ പത്മഭൂഷൺ ഏറ്റുവാങ്ങി. പത്മ പുരസ്കാരത്തിന് അർഹരായ 112ൽ 56 പേർക്കാണ് ഇന്ന് അവാർഡുകൾ സമ്മാനിച്ചത്. രാഷ്ട്രപതി ഭവനിൽ നടന്ന ചടങ്ങിലാണ് രാജ്യത്തെ ഏറ്റവും വലിയ സിവിലിയൻ പുരസ്കാരങ്ങൾ സമ്മാനിച്ചത്. നടൻ മോഹൻലാൽ രാഷ്ട്രപതി രാംനാഥ് കോവിന്ദിൽ നിന്നും പത്മഭൂഷൺ പുരസ്കാരം ഏറ്റുവാങ്ങി. ഇത്രയും വർഷം എന്നെ സപ്പോർട്ട് ചെയ്ത എന്നെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർ, എൻ്റെ ഫാമിലി മെമ്പേഴ്സ്, എൻ്റെ കൊളീഗ്സ്, എല്ലാവർക്കും എൻ്റെ ഹൃദയത്തിൻ്റെ ഭാഷയിൽ നന്ദി പറയുന്നു. അന്തരിച്ച മാധ്യമപ്രവർത്തകൻ കുൽദീപ് നയ്യാറിനു വേണ്ടി ഭാര്യ ഭാരതി നയ്യാർ പുരസ്കാരം സ്വീകരിച്ചു. ശാസ്ത്രജ്ഞൻ നമ്പി നാരായണൻ ഉൾപ്പെടെ 14 പേർക്കാണ് ഇത്തവണ പത്മഭൂഷൺ പുരസ്കാരം പ്രഖ്യാപിച്ചിട്ടുള്ളത്. സംഗീതജ്ഞൻ ശങ്കർ മഹാദേവൻ, നടൻ പ്രഭുദേവ എന്നിവർ പത്മശ്രീ പുരസ്കാരം ഏറ്റുവാങ്ങി. ഇന്ത്യൻ ഹോക്കി ക്യാപ്റ്റൻ അജയ് താക്കൂർ, ഗുസ്തി താരം ബജ്രംഗ് പൂനിയ, ടേബിൾ ടെന്നീസ് പ്ലെയർ ശരത് കമൽ, ഗ്രാൻഡ് മാസ്റ്റർ ഹരിക ദ്രോണാവലി, മുൻ വിദേശകാര്യ സെക്രട്ടറി സുബ്രഹ്മണ്യം ജയശങ്കർ എന്നിവരും പുരസ്കാരങ്ങൾ സ്വീകരിച്ചു. ഗായകൻ KG ജയൻ, പുരാവസ്തു ഗവേഷകൻ KK മുഹമ്മദ്, ശ്രീനാരായണ ധർമ്മസംഘം ട്രസ്റ്റ് പ്രസിഡന്റ് സ്വാമി വിശുദ്ധാനന്ദ, കൊൽക്കത്ത ടാറ്റ മെഡിക്കൽ സെന്റർ ഡയറക്ടർ ഡോക്ടർ മാമൻ ചാണ്ടി എന്നിവർക്ക് പത്മശ്രീ പുരസ്കാരവും ലഭിച്ചു. 56 പേർക്ക് പിന്നീട് പുരസ്കാരം സമ്മാനിക്കും. ന്യൂസ് 18 ഡൽഹി. സാമ്പത്തിക സംവരണത്തിന് സ്റ്റേ ഇല്ലെന്ന് ആവർത്തിച്ച് സുപ്രീംകോടതി. ഹർജികൾ ഭരണഘടനാ ബെഞ്ചിന് വിടണമോ എന്നതിൽ ഈ മാസം 28-ന് വാദം കേൾക്കും. മുന്നാക്കക്കാരിൽ സാമ്പത്തികമായി പിന്നാക്കം നിൽക്കുന്നവർക്ക് സർക്കാർ ജോലിയിലും വിദ്യാഭ്യാസത്തിലും 10% സംവരണം ഏർപ്പെടുത്തിയ ഭരണഘടനാ ഭേദഗതി ചോദ്യം ചെയ്തായിരുന്നു ഹർജി. ബിഷപ്പ് ഫ്രാങ്കോ മുളയ്ക്കൽ കേസിൽ കന്യാസ്ത്രീ സമരത്തെ പിന്തുണച്ചതിന് അച്ചടക്ക നടപടി നേരിടുന്ന സിസ്റ്റർ ലൂസി കളപ്പുരയ്ക്കൽ വിശദീകരണം നൽകാനായി മദർ ജനറലിന് മുൻപാകെ ഹാജരായി. അച്ചടക്ക നടപടിയിൽ കൂടുതൽ വിശദീകരണം ആവശ്യപ്പെട്ടില്ലെന്നും കൌൺസിൽ കൂടി തീരുമാനം അറിയിക്കാമെന്ന് മദർ ജനറൽ അറിയിച്ചതായും ലൂസി കളപ്പുരയ്ക്കൽ പറഞ്ഞു. 3 തവണയായി നൽകിയ നോട്ടീസുകൾക്ക് ശേഷമാണ് സിസ്റ്റർ ലൂസി കളപ്പുര ഇന്ന് രാവിലെ ആലുവയിലെ ഫ്രാൻസിസ് ക്ലാരിസ്റ്റൻ സഭ ആസ്ഥാനത്ത് ഹാജരായത്. പോലീസ് സംരക്ഷണത്തോടെയാണ് സിസ്റ്റർ എത്തിയത്. നേരിട്ടെത്തി വിശദീകരണം നൽകണമെന്നും തൃപ്തികരമല്ലെങ്കിൽ കാനൂനിക നിയമപ്രകാരമുള്ള നടപടികൾ ആരംഭിക്കുമെന്നും നോട്ടീസിൽ പറഞ്ഞിരുന്നു. മദർ ജനറലുമായുള്ള കൂടിക്കാഴ്ച അരമണിക്കൂറോളം നീണ്ടുനിന്നു. കൌൺസിൽ കൂടി തീരുമാനം അറിയിക്കാമെന്ന് മദർ ജനറൽ പറഞ്ഞതായി സിസ്റ്റർ പറഞ്ഞു. എനിക്കും പ്രത്യേകിച്ചൊന്നും പറയാനില്ല. അടുത്ത ഞങ്ങൾ കൌൺസിലൊക്കെ കൂടിയിട്ട് അടുത്ത തീരുമാനം ഞങ്ങൾ എടുക്കുന്നുണ്ടെന്ന് പറഞ്ഞു. സഭാമന്ദിരത്തിലേക്ക് കയറിപ്പോയ സിസ്റ്റർ തിരികെ എത്തി ഒപ്പമുണ്ടായിരുന്ന പോലീസ് ഉദ്യോഗസ്ഥരോട് തനിക്കൊപ്പം അകത്തേക്ക് വരണമെന്നാവശ്യപ്പെട്ടു. തുടർന്ന് പോലീസ് സംരക്ഷണയിലാണ് അവർ കൂടിക്കാഴ്ചയ്ക്ക് അകത്തു കടന്നത്. ബിഷപ്പ് ഫ്രാങ്കോ മുളയ്ക്കലിനെതിരായ സമരത്തെ പിന്തുണച്ചതിന്റെ പേരിലാണ് സിസ്റ്ററിന് ആദ്യ നോട്ടീസ് ലഭിക്കുന്നത്. പിന്നീട് പുസ്തകം പ്രസിദ്ധീകരിച്ചതിനും കാറ് വാങ്ങിയതിനും സമൂഹമാധ്യമങ്ങളിൽ അഭിപ്രായം പറഞ്ഞതിനും ഉൾപ്പെടെ വിശദീകരണം ചോദിച്ചിരുന്നു. സിറോ മലബാർ സഭയ്ക്ക് കീഴിൽ വരുന്ന സന്യസ്ത സഭയാണ് ഫ്രാൻസിസ്കൻ ക്ലാരിസ്റ്റ് കോൺഗ്രിഗേഷൻ. ന്യൂസ് 18 കൊച്ചി.
തിരുവനന്തപുരം അന്താരാഷ്ട്ര വിമാനത്താവളം സ്വകാര്യവൽക്കരിക്കുന്നതിനെ അനുകൂലിച്ച് ശശി തരൂർ MP. സ്വകാര്യവൽക്കരണത്തെ ഇനി എതിർത്താൽ തിരിച്ചടിയുണ്ടാകും. വിമാനത്താവള ലേലത്തിൽ പങ്കെടുക്കാൻ തീരുമാനിച്ചതോടെ സംസ്ഥാന സർക്കാർ സ്വകാര്യവൽക്കരണം അംഗീകരിക്കുകയാണ് ചെയ്തതെന്നും തരൂർ പറഞ്ഞു. ഈ തീരുമാനമെടുത്ത കാരണം അതിന്റെ അർത്ഥം പ്രൈവറ്റൈസേഷന്റെ പ്രിൻസിപ്പിൾ സംസ്ഥാനം അംഗീകരിച്ചതാണ്. അവര് പങ്കെടുത്തു, അവരിതിന് ബിഡ് ചെയ്തു. നമ്മളുടെ ഇങ്ങനെ വലിയ പണമുള്ള സ്ഥാപനങ്ങൾ തിരുവനന്തപുരത്ത് എത്തിയാൽ നമ്മൾക്കേ ഗുണം ചെയ്യുള്ളൂ, നമ്മുടെ സാധാരണക്കാർക്കേ ഗുണം ചെയ്യുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ ചെയ്യണത്. സോഷ്യൽ മീഡിയയിലൊക്കെ മൂവ് ടു ട്രിവാൻഡ്രം പറഞ്ഞ ഹാഷ്ടാഗ് ഇറക്കിയ MP ആണ് ഞാൻ. റംസാൻ കാലത്ത് വോട്ടെടുപ്പ് നടത്തുന്നതിനെ ചോദ്യം ചെയ്ത് തൃണമൂൽ കോൺഗ്രസും ആം ആദ്മി പാർട്ടിയും. റംസാൻ ദിവസങ്ങളിൽ വോട്ടെടുപ്പ് നടന്നാൽ മുസ്ലിങ്ങൾ മതവിശ്വാസികൾ പോളിംഗ് ബൂത്തിൽ എത്താനുള്ള സാധ്യത കുറവാണെന്ന് ഇരു പാർട്ടികളും ആരോപിച്ചു. ബംഗാളിലെ ക്രമസമാധാന നില തെരഞ്ഞെടുപ്പ് കമ്മീഷനും ബോധ്യപ്പെട്ടെന്നായിരുന്നു 7 ഘട്ടങ്ങളിലായി തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതിനെക്കുറിച്ചുള്ള BJPയുടെ പ്രതികരണം. 2009-ലും 2014-ലും ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 5 ഘട്ടങ്ങളായാണ് ബംഗാൾ വിധിയെഴുതിയത്. ഇത്തവണ 7 ഘട്ടങ്ങളായാണ് സംസ്ഥാനത്ത് വോട്ടെടുപ്പ്. ഇതിനെയാണ് ഭരണകക്ഷിയായ തൃണമൂൽ കോൺഗ്രസ് ചോദ്യം ചെയ്യുന്നത്. 7 ഘട്ടങ്ങളായി വോട്ടെടുപ്പ് നടക്കുന്നത് ജനങ്ങൾക്ക് അസൗകര്യം സൃഷ്ടിക്കും. റമദാൻ മാസത്തിൽ വോട്ടെടുപ്പ് നടത്തുന്നത് ഇസ്ലാം മത വിശ്വാസികൾ വോട്ട് ചെയ്യാതിരിക്കാൻ കാരണമാകുമെന്നും BJP നൽകിയ തെറ്റായ വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് കമ്മീഷന്റെ തീരുമാനമെന്നും തൃണമൂൽ കോൺഗ്രസ് ആരോപിച്ചു. തീരുമാനം പുനഃപരിശോധിക്കണമെന്ന് PCC അധ്യക്ഷൻ സോമൻ മിത്രയും ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഡൽഹിയിൽ മെയ് 12-ന് വോട്ടെടുപ്പ് പ്രഖ്യാപിച്ചതിനെ ആം ആദ്മി പാർട്ടി വിമർശിച്ചു. മെയ് 12-ന് ഡൽഹിയിൽ റമദാനാണെന്നും ഇത് പോളിംഗ് കുറയാൻ കാരണമാകുമെന്നും ആം ആദ്മി പാർട്ടി പ്രതികരിച്ചു. അതേസമയം 7 ഘട്ടങ്ങളായി ബംഗാളിൽ വോട്ടെടുപ്പ് നടത്തുന്നതിന് BJP സ്വാഗതം ചെയ്തു. സംസ്ഥാനത്തെ ക്രമസമാധാന നില തകരാറിലാണെന്ന് BJP പ്രതികരിച്ചു. ഇതിനിടെ ജമ്മു കാശ്മീരിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കാത്തതിനെ BSPയും CPMും വിമർശിച്ചു. നരേന്ദ്രമോദി സർക്കാരിന്റെ കാശ്മീർ നയം പരാജയമാണെന്ന് BSP അധ്യക്ഷ മായാവതി കുറ്റപ്പെടുത്തി. ന്യൂസ് ഡെസ്ക് ന്യൂസ് 18. ഉത്സവത്തിനും മീനമാസ പൂജയ്ക്കുമായി ശബരിമല നട ഇന്ന് തുറക്കും. നാളെ രാവിലെ 7:30-ക്കാണ് കൊടിയേറ്റ്. ആറാട്ട് 21-ന് നടക്കും. സംഘർഷഭരിതമായിരുന്ന മണ്ഡല മകരവിളക്ക് തീർത്ഥാടന കാലത്തിന് ശേഷം ശബരിമല നട ഏറ്റവും കൂടുതൽ തുറന്നിരിക്കുന്ന തീർത്ഥാടനത്തിനാണ് ഇന്ന് തുടക്കമാവുന്നത്. തന്ത്രി കണ്ഠരര് രാജീവരുടെ മുഖ്യ കാർമ്മികത്വത്തിൽ മേൽശാന്തി VN വാസുദേവൻ നമ്പൂതിരി വൈകിട്ട് 5-ന് നട തുറക്കും. നാളെ രാവിലെ 7:30-ക്കാണ് ഉത്സവം കൊടിയേറുന്നത്. 21-നാണ് പമ്പയിലെ ആറാട്ട്. കനത്ത സുരക്ഷാ ക്രമീകരണങ്ങളാണ് ശബരിമലയിൽ ഒരുക്കിയിരിക്കുന്നത്. വനിതാ പോലീസ് അടക്കം 1000-ഓളം പോലീസ് ഉദ്യോഗസ്ഥരെയാണ് നിയോഗിച്ചിരിക്കുന്നത്. പ്രതിഷേധം ഒഴിഞ്ഞു നിൽക്കുന്ന സാഹചര്യത്തിൽ നിരോധനാജ്ഞ പ്രഖ്യാപിക്കേണ്ടതില്ലെന്ന വിലയിരുത്തലിലാണ് പോലീസ്. എന്നാൽ നിലയ്ക്കലിൽ നിന്ന് പമ്പയിലേക്ക് ഇത്തവണയും സ്വകാര്യ വാഹനങ്ങൾ കടത്തിവിടില്ല. വലിയ തിരക്കനുഭവപ്പെട്ടാലും ഭക്തർക്ക് സുഗമമായി ദർശനം നടത്തി മടങ്ങാൻ കഴിയുന്ന വിധത്തിലുള്ള ക്രമീകരണങ്ങളാണ് ദേവസ്വം ബോർഡും പോലീസും സന്നിധാനത്തൊരുക്കിയിരിക്കുന്നത്. സന്നിധാനത്ത് നിന്നും ക്യാമറമാൻ ശ്യാംദാസിനൊപ്പം SS ശരൺ, ന്യൂസ് 18. കൊച്ചിയിൽ കഴിഞ്ഞ ദിവസം വഴിയരികിൽ യുവാവിനെ മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവം ആസൂത്രിതമായ കൊലപാതകമാണെന്ന് പോലീസ്. യുവാവിനെ വിളിച്ചുവരുത്തി 14 പേർ ചേർന്ന് മർദ്ദിച്ച് കൊലപ്പെടുത്തുകയായിരുന്നു. സംഭവവുമായി ബന്ധപ്പെട്ട് 7 പേരെ പോലീസ് അറസ്റ്റ് ചെയ്തു. വൈറ്റില ചക്കരപ്പറമ്പ് സ്വദേശി ജിബിൻ വർഗീസിന്റെ മൃതദേഹമാണ് ശനിയാഴ്ച പുലർച്ചെ ദുരൂഹ സാഹചര്യത്തിൽ പാലച്ചുവട് റോഡരികിൽ കാണപ്പെട്ടത്. ഇയാളുടെ സ്കൂട്ടറും സമീപത്തുനിന്ന് കണ്ടെത്തിയിരുന്നു. ക്രൂരമായ മർദ്ദനമേറ്റതായും തലയ്ക്കകത്ത് രക്തസ്രാവം ഉണ്ടായതായും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ കണ്ടെത്തിയതിനെ തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് ക്രൂരമായ കൊലപാതകത്തിന്റെ ചുരുളഴിഞ്ഞത്. വാഴക്കാല സ്വദേശി അസീസിന്റെ മകളുമായി പ്രതിക്കുള്ള ബന്ധമാണ് കൊലപാതകത്തിലേക്ക് എത്തിയത്. അസീസിന്റെ മകളുടെ വാട്സാപ്പിൽ നിന്ന് ജിബിന് മെസ്സേജ് അയച്ച് വിളിച്ചുവരുത്തി ബന്ധുക്കളുമായി ചേർന്ന് ക്രൂരമായി മർദ്ദിച്ചു കൊലപ്പെടുത്തുകയായിരുന്നു. ശേഷം അപകടമെന്ന് വരുത്തി തീർക്കാൻ ശ്രമം നടത്തി. അസീസിന്റെ മകൻ മനാഫ് ഉൾപ്പെടെ 7 പേരെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത്. മർദ്ദനത്തിന്റെ CCTV ദൃശ്യങ്ങളടക്കം പോലീസ് കണ്ടെടുത്തിട്ടുണ്ട്. ന്യൂസ് 18 കൊച്ചി.